അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്താണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ചൊല്ലുന്ന ഓരോ ദിക്റുകളും സ്വലാത്തുകളും ദുആകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ദിക്റിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ഓരോ മനസ്സിലുള്ള ആഗ്രഹങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ സങ്കടങ്ങൾ തീരാനും നമ്മൾ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ആ ഒരു കാര്യം നമുക്ക് നടന്ന് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് വീട് പണി പൂർത്തിയായിട്ടില്ല, പകുതിയായി നിൽക്കുകയാണ്, അതൊന്ന് പൂർത്തിയായി കിട്ടാൻ റബ്ബേ, അങ്ങനെ തുടങ്ങിയ ഓരോ ഹലാലായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലേ? പലവിധ കാര്യങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്വലാത്തുകളും ദിക്റുകളും ഖുർആനിലെ ആയത്തുകളും ഒക്കെ മനസ്സിൽ നിയ്യത്താക്കി ഓതുന്നവരുമായിരിക്കും. അതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്തു നോക്കണം. അതിന് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്നതുമാണ്. അല്ലാതെ ഞാൻ ഈ കേട്ട ഈ ഒരു ദിക്ർ ഞാനൊന്ന് ചൊല്ലി നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ ഉത്തരം കിട്ടട്ടെ, അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ടില്ല. മനസ്സോടെ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു ദിക്ർ അല്ലെങ്കിൽ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ മനസ്സിലെ എൻ്റെ കാര്യം എനിക്ക് അള്ളാഹു അത് നടത്തിത്തരും, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എനിക്ക് നിറവേറി കിട്ടും, ഞാൻ വിചാരിക്കുന്ന കാര്യം എനിക്ക് നടന്ന് കിട്ടും. അങ്ങനെ ഒരു മനസ്സിൽ നിയ്യത്താക്കിക്കൊണ്ട് ചൊല്ലുക. ഏത് കാര്യവും ഏത് സ്വലാത്തും ഏത് ദിക്റും ചൊല്ലുന്ന സമയത്ത് നല്ല മനസ്സില്ലാ മനസ്സോടെ നമ്മൾ ചെയ്തു നോക്കരുത്. അതിനൊന്നും ഫലം കിട്ടില്ല, 100% ഉറപ്പാണ്. നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു വരിക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സ്വലാത്തിനെ കുറിച്ചിട്ടാണ്. നാരിയത്ത് സ്വലാത്ത് നാരിയ. ഈ ഒരു നാരിയത്ത് സ്വലാത്ത് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ, ഹലാലായിട്ടുള്ള ഒരു കാര്യം നമുക്ക് നടന്നു കിട്ടാനുണ്ട്, നമ്മുടെ മനസ്സിലൊരു കാര്യമുണ്ട്, ഒരാഗ്രഹമുണ്ട്, ആ ഒരാഗ്രഹം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നടത്തിയെടുക്കാൻ പറ്റും. ഈ നാരിയത്ത് സ്വലാത്ത് നിങ്ങൾ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം, ഓരോ ഫർള് നമസ്കാരം നമ്മൾ ളുഹർ നമസ്കാരത്തിൻ്റെ ശേഷം 11 നാരിയത്ത് സ്വലാത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊല്ലുന്നത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലുക. അതുപോലെ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 11 നാരിയത്ത് സ്വലാത്ത്, മഗ്രിബിൻ്റെ ശേഷം 11 നാരിയത്ത് സ്വലാത്ത്, ഇശാഇൻ്റെ ശേഷം 11 നാരിയത്ത് സ്വലാത്ത്, സുബഹിൻ്റെ ശേഷം 11 നാരിയത്ത് സ്വലാത്ത്. ഇങ്ങനെ നിങ്ങൾ ഒരു 7 ദിവസമായിട്ട് അല്ലെങ്കിൽ 21 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചൊല്ലിപ്പോരുക. അപ്പം നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു സമയത്ത് നിങ്ങളിത് ചൊല്ലണ്ട. നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതേപോലെ നിങ്ങൾ ചൊല്ലേണ്ടത്. എന്നാൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് കൊണ്ട് നടക്കുന്ന എൻ്റെ കാര്യം ഇനി നടക്കില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. ഈ ഒരു നാരിയത്ത് സ്വലാത്ത്, നാരിയ എന്ന് പറഞ്ഞാൽ തീയാണ്, തീയിൻ്റെ ശക്തിക്കനുസരിച്ചിട്ടുള്ള നമുക്ക് അതിനുള്ള ഫലം കിട്ടുമെന്നാണ്. അപ്പോൾ ഇത് ചൊല്ലുന്ന നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ ശരിക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, മനസ്സില്ലാ മനസ്സോടെ നിങ്ങളിത് ചൊല്ലരുത്. നിങ്ങളൊരു വിശ്വാസം വെക്കുക, എൻ്റെ ഈ കാര്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ എനിക്ക് നിറവേറി കിട്ടും, എനിക്ക് അള്ളാഹു നടത്തി തരും, ഞാൻ ചൊല്ലി നോക്കട്ടെ. ഇന്ന് മുതൽ ഓരോ നമസ്കാരത്തിൻ്റെ ശേഷവും വെറും 11 എണ്ണമല്ലേ ചൊല്ലാനുള്ളൂ, ഒരുപാട് സമയമൊന്നും അതിന് വേണ്ടില്ല. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി തീർത്താൽ മതി. നാരിയത്ത് സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമം അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദി തൻഹല്ലു ബിഹിൽ ഉഖദ് വ തൻഫരിജു ബിഹിൽ ഖുറബ് വ തുഖ്ലാ ബിഹിൽ ഹവായിജ് വ തുനാലു ബിഹിർ റആയിബ് വ ഹുസ്നുൽ ഖവാതിമി വ ഇസ്തസ്കൽ അമാമ് ബിവജ്ഹിൽ കരീം വ അലാ ആലിഹി വ സഹബിഹി ഫി കുല്ലി ലംഹത്തിൻ വ നഫസിൻ ബിയദദി കുല്ലി മഅലൂമിലക്ക്. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഇനി കാണാതെ പൂർണ്ണമായിട്ടും അറിയാത്തവർ സംശയത്തോട് കൂടിയിട്ട് കാണാതെ നിങ്ങൾ ഓതണ്ട, നോക്കിയിട്ട് തന്നെ ഓതിയാൽ മതി. 11 എണ്ണം ഓരോ നമസ്കാരത്തിൻ്റെ ശേഷവും.
ഇങ്ങനെ ഈ പറഞ്ഞ ഒരു രീതിയിൽ നിങ്ങൾ 7 ദിവസമോ അല്ല എങ്കിൽ 21 ദിവസമായിട്ട് ചൊല്ലിപ്പോരുക. അതിൻ്റെ ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളെ മനസ്സിലുള്ള നിങ്ങൾ ഒരിക്കലും എൻ്റെ കാര്യം ഇനി നടക്കില്ല, ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലി നോക്കിയിട്ടുണ്ട്, ഞാൻ ഒരുപാട് ദിക്റുകൾ ചൊല്ലി, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പം നിങ്ങൾ അതിൽ നിന്നും പിന്മാറാതെ ഇനി ഞാൻ ചൊല്ലില്ല, ഒരുപാട് ഞാൻ കേട്ടു, ദിക്റ് കേട്ടു, സ്വലാത്ത് കേട്ടു, ഞാൻ ചൊല്ലി നോക്കി, അങ്ങനെ അതിൽ നിന്നും പിന്മാറാതെ അതിൽ മുറുകെ പിടിക്കുക. ഞാൻ എൻ്റെ കാര്യം അള്ളാഹ് എനിക്ക് നടത്തി തരുന്നത് വരെ ഇതുപോലെ ഞാൻ അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് അടുക്കും, അള്ളാഹുവിലേക്ക് ഞാൻ ദിക്റ് ചെല്ലും, മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ സ്വലാത്ത് ചെല്ലും. അങ്ങനെ ഒരു മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യം ചൊല്ലി നോക്കൂ. തീർച്ചയായിട്ടും ഇനി എൻ്റെ കാര്യം ഒരിക്കലും നടക്കില്ല എന്നായിരിക്കും നിങ്ങളെ മനസ്സിലുണ്ടാവുക. ആ ഒരു കാര്യം പോലും ഈ 7 ദിവസം കൊണ്ടോ അല്ല എങ്കിൽ ഈ 21 ദിവസം കൊണ്ടോ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് അള്ളാഹു അത് നടത്തിത്തരും. ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ഉത്തരം കിട്ടിയതാണ്. ഓരോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഞാൻ, കമൻറ്റിലൂടെ ഒരുപാട് ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്ന സമയത്ത് കമൻറ്റിൽ താഴെയായിട്ട് എഴുതി അറിയിച്ചത്, വീഡിയോയിൽ കമൻറ്റ് കണ്ടിട്ട് ഓതിയതാണ് അൽഹംദുലില്ലാ എൻ്റെ കാര്യം നടന്നു എന്ന്. അതുപോലെ നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് എൻ്റെയും കാര്യം എനിക്ക് അള്ളാഹ് നടത്തിത്തരും, എനിക്ക് ഉറപ്പാണ്, അങ്ങനെ ഒരു വിശ്വാസം. അല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനസ്സില്ലാതെ ഏതായാലും ഇതൊന്ന് ഞാൻ കേട്ടല്ലോ, വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക, ചിലപ്പോൾ ഉത്തരം കിട്ടിയാലോ, അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ടല്ല. ഈ നാരിയത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തീയാണ് ഇതിൻ്റെ അർത്ഥം. തീ കത്തുന്നത് പോലെ പെട്ടെന്ന് പടർന്ന് പിടിക്കും. തീ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പടർന്ന് പിടിക്കില്ലേ, അത്രക്കും വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ആളാണ് ഈ നാരിയത്ത് സ്വലാത്ത് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ കാര്യം ഇനി നടക്കില്ല, അല്ലെങ്കിൽ ഞങ്ങളെ ഒരുപാട് കടമുണ്ട്, ആ കടം വീട്ടാൻ ഞങ്ങൾക്കൊരു വഴിയുമില്ല, ഇനി വീട് ജപ്തി ചെയ്യല്ലാതെ വേറൊരു മാർഗവുമില്ല, അങ്ങനെയൊക്കെ മനസ്സിൽ നമ്മുടെ ചിന്തയുണ്ടാവും. എന്നാലും ഈ നാരിയത്ത് സ്വലാത്ത് ഈ പറഞ്ഞ രീതിയിൽ നല്ല തഖ്വയോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഇൻഷാ അള്ളാ ഈ 7 ദിവസമോ 21 ദിവസമോ കൊണ്ട് നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്ന, നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന, നിങ്ങളെ മനസ്സ് വേദനിക്കുന്ന ആ കാര്യം എന്താണോ, ഇനി ആരോടും പറയാൻ പറ്റാത്തൊരു കാര്യമാണ് നിങ്ങൾക്കുള്ളത്, ആരോടും ഒന്ന് പുറത്ത് പറയാൻ പറ്റാത്തൊരു ടെൻഷനാണുള്ളത്, ആ ഒരു ടെൻഷൻ പോലും നിങ്ങളുടേത് അള്ളാഹു റാഹത്തിലാക്കി തരും ഇൻഷാ അള്ളാഹ്. അപ്പം ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാം, എനിക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, ഓരോരുത്തർ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നുണ്ട്. ഈ കമൻറ്റ് കണ്ടിട്ട് ഈ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ കണ്ടു ഉത്തരം കിട്ടി എന്നുള്ളത്. അങ്ങനെ ഞാനും ഓതി നോക്കി ഈ കമൻറ്റ് കണ്ടിട്ട് എന്ന്, അപ്പം എനിക്കും ഉത്തരം കിട്ടിയെന്ന്. അപ്പം ഈ കമൻറ്റ് കണ്ടു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓതി വിചാരിച്ച് നമുക്ക് ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് നമ്മൾ ഓതുന്ന സമയത്ത് വിശ്വാസം, നമ്മളെ മനസ്സിൽ ഈ സ്വലാത്തിനെ കുറിച്ചിട്ടുള്ള വിശ്വാസം എങ്ങനെയാണ്, ഉത്തരം കിട്ടുമോ ഇല്ലയോ, അങ്ങനെയുള്ള ഹെക്കാച്ചക്ക് മനസ്സിലൂടെ നിങ്ങൾ ഓതരുത്, മനസ്സോടെ നിങ്ങൾ ഓതരുത്. നല്ല മനസ്സോട് കൂടിയിട്ട് ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തീപാറും വേഗത്തിൽ എനിക്ക് ഉത്തരം കിട്ടും, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു നാരിയത്ത് സ്വലാത്ത് ഞാൻ ചൊല്ലും, അങ്ങനെ ഒരു മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ഇൻഷാ അള്ളാ നിങ്ങൾ ഓതി നോക്കൂ. 100% ഈ പറഞ്ഞ ഈ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തിത്തരും ഇൻഷാ അള്ളാ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം 11 തവണയല്ല ചൊല്ലുന്നത്, സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് 41 തവണ ദിവസേന നിങ്ങൾ ഒരു 40 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചൊല്ലിയാലും മതി. നിങ്ങളെ മനസ്സിലുള്ള കാര്യം നിയ്യത്താക്കിക്കൊണ്ട്, മനസ്സിൽ ഒരാഗ്രഹമുണ്ട് എന്ന് വെക്കുക, നിങ്ങൾക്കിപ്പോൾ ഒരാഗ്രഹമുണ്ട് നിങ്ങളെ മനസ്സിൽ, ആ ഒരാഗ്രഹം നടന്നു കിട്ടാൻ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം 41 തവണ ഞാൻ ഈ നാരിയത്ത് സ്വലാത്ത് ഇൻഷാ അള്ളാ 40 ദിവസം തുടരെയായിട്ട് ഞാൻ ചൊല്ലും എന്ന് മനസ്സിൽ നിയ്യത്ത് വെക്കുക. എന്നിട്ട്
എന്നിട്ട് നല്ല ഭക്തിയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ 41 ദിവസം ചെയ്തു നോക്കുക. ഇങ്ങനെയും ചെയ്യാം. ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം 11 തവണ, ഓരോ നമസ്കാരത്തിൻ്റെ ശേഷവും 11 തവണയായിട്ട് നിങ്ങൾക്ക് ഇത് ചൊല്ലാം. അല്ല എങ്കിൽ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം, എല്ലാ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷവും 41 തവണയായിട്ട് ഈ നിങ്ങളെ മനസ്സിലുള്ള ആ ഒരു സങ്കടം മനസ്സിൽ നിയ്യത്താക്കി, ആ ഒരു ആഗ്രഹം നിയ്യത്താക്കിക്കൊണ്ട് ഓതാം. അപ്പോൾ അശുദ്ധിയുള്ള സമയത്ത് സുബഹി നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, അപ്പം അത് ആ ഒരു സമയത്ത് ഓതണ്ട. നമ്മൾ വൃത്തിയായി നിൽക്കുന്ന ടൈമിൽ ഇത് ഓതാൻ മനസ്സിൽ നിയ്യത്താക്കുക. അതിൻ്റെ ശേഷമായിട്ട് ഓതുക. തീർച്ചയായിട്ടും ഉത്തരം കിട്ടും. നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുക. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്, അങ്ങനെയാണ് അള്ളാഹ് അതിനുള്ള ഉത്തരം നമുക്ക് നൽകുക. അതാണ് പറഞ്ഞത്, മനസ്സോടുകൂടി നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത്. നല്ല ഭക്തിയോട് കൂടിയിട്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ, ഈ സ്വലാത്തല്ല ഏത് സ്വലാത്തും ചൊല്ലിയാൽ ആ സ്വലാത്തിൻ്റെ പുണ്യം നമ്മൾ മനസ്സിലാക്കുക, മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഓതുക. ഇത്രക്കും മഹത്വമുള്ള സ്വലാത്താണിത്. ഞാൻ നേരത്തെ പറഞ്ഞു പോണ മാരിയത്ത് സ്വലാത്ത് ഒന്ന് ചൊല്ലി നോക്കുക. ഒരു 11 തവണയല്ലേ ഉള്ളൂ. അങ്ങനെ വേറെ എങ്ങോട്ടോ മനസ്സിൽ ചിന്തയാക്കി ഇങ്ങനെ ഓതുക, അങ്ങനെയല്ല. ഈ സുബഹി നമസ്കാരം നമ്മളിപ്പം വീട്ടിൽ മക്കളൊക്കെ എണീക്കുന്ന മുന്നേ സമയത്ത് നമ്മൾ സുബഹി നിസ്കരിക്കും. ആ ഒരു സമയത്ത് തന്നെ ചൊല്ലിയാൽ നമുക്ക് വേറെ സൗണ്ടും വേറെ ബഹളവും കാര്യങ്ങളൊന്നും മനസ്സിൽ തട്ടില്ല. ആ ഒരു സമയത്ത് എണീക്കുക. സുബഹി ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നമസ്കരിക്കുക. ആ ഒരു സമയത്ത് ഇങ്ങനെ മുത്ത് റസൂലിനെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമം അലാ സയ്യിദിന മുഹമ്മദിനില്ലദി തൻഹല്ലു ബിൽ ഉഖദ് വതൻഫരിജു ബിൽ ഖുറബ് വതുഖ്ലാ ബിൽ ഹവായിജ് വതുനാലു ബിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയസ്തസ്കൽ അമാം ബിവജിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിം ബിയദദിൻ കുല്ലി മഅലൂമുല്ലക്ക് എന്ന് ഇങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ 2 സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷം 11 തവണ, അല്ല എങ്കിൽ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം 41 തവണ. ഇതിലേതാണ് നിങ്ങൾക്ക് ചൊല്ലാൻ സൗകര്യം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിച്ചിട്ട് ചൊല്ലാം. വിശ്വാസത്തോടു കൂടിയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതാണ് ഈ നാരിയത്ത് സ്വലാത്ത്. അപ്പം നമ്മുടെ മനസ്സിൽ ഖൽബിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ ഓതുക. ഒരുപാട് ടെൻഷൻ, ഒരുപാട് വിഷമം പറഞ്ഞിട്ടുണ്ട് ഓരോരോ സഹോദരിമാരൊക്കെ. ഓരോ ഉമ്മമാരും സഹോദരിമാരൊക്കെ വാട്സപ്പിലൂടെ ഓരോരോ സങ്കടങ്ങൾ എഴുതി അറിയിച്ചവരുണ്ട്. വാട്സപ്പിലൂടെ പൊട്ടിക്കരഞ്ഞ ഓരോ സഹോദരിമാരുണ്ട്. എല്ലാം അള്ളാഹു ഖൈറിലാക്കും. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത ഓരോ പരീക്ഷണമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. എല്ലാം നമുക്ക് സഹിക്കാനുള്ള ഖൽബ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. വിഷമമാണ് അതൊക്കെ കേൾക്കുന്ന സമയത്ത്. എന്ത് ചെയ്യാൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സമാധാനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹ്ക്കല്ലാതെ അതിനൊന്നും ഒരു തീരുമാനം കാണാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു ആണ് എല്ലാം തീരുമാനിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുക. മനസ്സിൽ ക്ഷമയുണ്ടാക്കിയെടുക്കുക. അൽഹംദുലില്ലാ എന്ന് പറയുക. ഹംദ് അധികരിപ്പിക്കുക. അപ്പം അള്ളാഹു എല്ലാം ഹൈറിലാക്കി തരും. അല്ലാതെ ഒരുപാട് നമ്മൾ ഓരോ വിഷമവും സങ്കടവും നമ്മുടെ ജീവിതമല്ലേ, ഒരുപാട് സങ്കടങ്ങളുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും, ആകെ മനസ്സ് തളർന്നു പോകുന്ന ഓരോ അവസ്ഥ വരും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പിടിച്ചു നിൽക്കണം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പിടിച്ചിരിക്കുക. അല്ലാതെ ഒരുപാട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്താ. ആ സഹോദരിയൊക്കെ പറയുന്നത് ഭക്ഷണം കഴിക്കാൻ മനസ്സില്ല, ഒന്നിനും മനസ്സില്ല, മക്കളെ നോക്കാൻ മനസ്സില്ല, മനസ്സാകെ എന്തോ ആയിപ്പോയിരുന്നു. അങ്ങനെയൊന്നും നിന്നിട്ട് കാര്യമില്ല. നമ്മളെ മക്കളെ നോക്കാൻ നമ്മൾക്ക് ആരോഗ്യമില്ലാതെ ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതെ തടി ക്ഷീണിച്ച് വേറെ എന്തെങ്കിലും അസുഖമാവുക എന്നല്ലാതെ അതിനോടൊന്നും ഒരു കാര്യവുമില്ല. അള്ളാഹുവിനോട് തഹജ്ജുദ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. ഈ നമ്മൾ ഓരോ ടെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് കരച്ചിൽ വരില്ലേ, അതൊക്കെ അള്ളാഹിനോട് പറഞ്ഞുകൊണ്ട് കരയുക. അള്ളാഹ് അതൊക്കെ കാണും. അതിനുള്ള പരിഹാരം അള്ളാഹ് നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും, ഉറപ്പാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടി എന്തെങ്കിലും നമുക്കൊരു പ്രയാസം വരുന്ന സമയത്ത് അള്ളാഹ് തന്നതല്ലേ, അള്ളാഹ് അതിനെന്തെങ്കിലും മാർഗമുണ്ടാവും, അങ്ങനെ മനസ്സിൽ ചിന്തിക്കുക.
എന്തെങ്കിലും പ്രശ്നവും പ്രയാസമൊക്കെ വരുമ്പോൾ അല്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അല്ല അതൊക്കെ ഹൈറാക്കി തരും. അള്ളാഹു അല്ലേ അതൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ ആവണം നമ്മളെ മനസ്സ്. അള്ളാഹുവിലേക്കൊക്കെ തവക്കുൽ ചെയ്യുക. തവക്കൽത്തു അലല്ലാ. അല്ല തീരുമാനിക്കട്ടെ, എല്ലാം ഹൈറിലാവും. അല്ലാതെ ടെൻഷൻ അടിച്ച് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും അസുഖമായിട്ട് മക്കൾക്കും ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടായി അങ്ങനെ കിടക്കുന്നിട്ട് അതിനോടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇബാദത്തിലേക്ക് മുഴുകുക, തഹജ്ജുദ് നിസ്കരിക്കുക, ആ പ്രയാസമൊക്കെ തീർന്നു കിട്ടും. എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത്. തഹജ്ജുദ് നമസ്കാരം നിലനിർത്തുക. തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുക. സുജൂദിൽ കിടന്ന് മനസ്സ് തട്ടി, നിങ്ങളാ പ്രയാസം മനസ്സിൽ തട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റബ്ബേ എന്നെ കൈവിടല്ലേ അല്ലാ, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് റബ്ബേ, എൻ്റെ പ്രയാസം തീർക്ക് റബ്ബേ, എൻ്റെ മനസ്സിൻ്റെ വിഷമം തീർക്ക്. ഒരുപാട് കൊല്ലങ്ങളായി ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ ടെൻഷൻ ഇതുവരെ എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിട്ടുണ്ട്. അള്ളാഹിനോട് പറയുക. നമ്മൾ നമ്മളെ അടുത്ത അറിയുന്ന ആൾക്കാരെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഷെയർ ചെയ്യും നമ്മുടെ പ്രയാസം. എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലേ, അവരോട് പറഞ്ഞിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിനോട് നിങ്ങൾ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കുറച്ച് നേരത്തെ എണീക്കുക. ഒരു 3:30 മണിയൊക്കെ ആവുന്ന സമയത്ത് ഒന്ന് എണീറ്റ് ഉളു എടുത്തുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾ ആ വേദന സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാ 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 നീ കേൾക്കല്ല, അള്ളാഹിനെ ഇങ്ങനെ വിളിച്ച് പറയന്നെ, അല്ലാ ഇതിനുള്ള പരിഹാരം എനിക്ക് കാണിച്ചു കൊണ്ട് റബ്ബേ, നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ പരിഹാരം എനിക്ക് കാണിച്ചു കൊണ്ട് എൻ്റെ മുന്നിൽ ആ പ്രയാസം തീർത്ത് എന്ന് കേൾക്കണം റബ്ബേ. അങ്ങനെ അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞ് നിങ്ങൾ ദുആ ചെയ്യുക. ആ ദുആക്ക് ഉത്തരമുണ്ട്. ചിലപ്പോൾ അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വരും. ക്ഷമിക്കുക. പിറ്റത്തെ ദിവസവും വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുക. അതിനൊരു പരിഹാരം അല്ല കാണിച്ചു തരും. മനസ്സ് അങ്ങനെ ആക്കിയെടുക്കുക. എനിക്ക് അള്ളയുണ്ട്, അള്ള എന്നെ ബുദ്ധിമുട്ടിലാക്കില്ല, അള്ള എന്നെ കൊടുക്കില്ല, അള്ള എനിക്ക് എന്തെങ്കിലും മാർഗം മുന്നിൽ എത്തിച്ചു തരും, അതെനിക്ക് ഉറപ്പാണ്. അല്ല എന്നെ കുടുക്കിയില്ല ഇതുവരെ. ഒരു ബുദ്ധിമുട്ടിൽ നിന്നും എന്ത് പ്രയാസം എനിക്ക് വന്നാലും അതിൽ നിന്ന് എൻ്റെ കൈ പിടിച്ച് അല്ല എന്നെ എണീപ്പിക്കും, എനിക്ക് ഉറപ്പാണ്. ഇൻഷാ അല്ലാ തവക്കൽത്തു അലല്ലാ. അൽഹംദുലില്ലാ. പ്രയാസം വരുന്ന സമയത്തൊക്കെ അൽഹംദുലില്ലാ തവക്കൽത്തു അലല്ലാ. അല്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആക്കണം മനസ്സ്. അല്ലാതെ ഇങ്ങനെ പ്രയാസം, ഞാൻ ഇപ്പോൾ പറഞ്ഞ സഹോദരിയൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാത്തൊരവസ്ഥയിലായി പോയിട്ടുണ്ട്. അത്രക്കും പ്രയാസം പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അട്ടഹസിച്ച് ആർത്ത് വിളിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അള്ളാഹിനോട് ദുആ ചെയ്യുക. അള്ളാഹ് എന്തെങ്കിലും പരിഹാരം കാണും. അത് ചിലപ്പം നല്ലതിനായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരാനായിരിക്കും. അങ്ങനെ വിചാരിക്കുക. എന്തെങ്കിലും ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്നല്ലേ. അതുകൊണ്ട് നമ്മൾ സബൂർ ചെയ്യുക, ക്ഷമിക്കുക. ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും അള്ളാഹു തരട്ടെ. നമുക്കതിന് കഴിയില്ല, അതാണ്. അത്രക്കും ക്ഷമയൊന്നും നമുക്ക് ആർക്കുമില്ല. എല്ലാം പെട്ടെന്ന് കഴിയണം, പെട്ടെന്ന് റെഡിയാവണം. അതാണ് നമുക്കെല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കുമൊക്കെ. അതാണ്, ക്ഷമിക്കാൻ നമ്മൾക്ക് ആർക്കും സമയമില്ല. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർത്തു തരട്ടെ. മനസ്സ് വേദനിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. മാനസികമായിട്ട് കുടുംബജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് വാട്സപ്പിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട്. എല്ലാം അള്ളാഹു കാണുന്നുണ്ട്. എല്ലാം അള്ളാഹു ഹൈറിലാക്കട്ടെ. എല്ലാ പ്രയാസവും തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാക്കി തരട്ടെ. എല്ലാത്തിനും അള്ളാഹുവിനെ നമ്മൾ ഏൽപ്പിക്കുക. ഇൻഷാ അല്ലാ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വരാട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.